ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ന്യൂ മൂൺ റീഡിംഗ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പ്രാവശ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു ന്യൂ മൂൺ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെഷനാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ന്യൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്ന സമയമാണ്. പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വീക്കെൻഡോട് കൂടി പാസ്റ്റിലെ എനർജീസ് എല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട് എന്ത് ന്യൂ ഇൻറ്റൻഷൻസ്, എന്ത് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എനർജീസ് എന്താണ്, നിങ്ങൾക്ക് എന്താ പറയുക, എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ലഭിക്കാനായിട്ട് ചാൻസസ് ഉള്ള ബ്ലെസ്സിങ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാർച്ച് 10th വന്നിട്ടാണ് ഈ പ്രാവശ്യത്തെ ന്യൂ മൂൺ വരുന്നത്. നിങ്ങൾ 10th എന്താ പറയുക, ഒരു ന്യൂ ഫേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, എന്ത് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കുറച്ച് പേർക്ക് കരിയർ ആയിരിക്കാം, കുറച്ച് പേർക്ക് പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങളായിരിക്കാം, കുറച്ച് പേർക്ക് ഒത്തിരി എന്താ പറയുക ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ടായിരിക്കാം. എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഈശ്വരനോട് പറയാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ജേർണലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഴുതാനായിട്ട് ശ്രമിക്കുക, മനസ്സിൽ എന്താ പറയുക ഇമോഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതെല്ലാം ഈ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം ന്യൂ മൂണിന് ശേഷമുള്ള ടൈം പീരീഡ് അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് കുറേശ്ശെ ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ എന്തൊക്കെ ലെറ്റ് ഗോ ചെയ്യണം, നിങ്ങളുടെ ഇൻറ്റൻഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് എനർജിയിലിരിക്കണം, ഓക്കെ, അതെല്ലാമാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ഓപ്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞാൻ റീഡിങ്ങിൽ യൂസ് ചെയ്ത കാർഡ്സാണ്. ഞാൻ ഓൾറെഡി റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ 1 പൈൽ 1 ദ ഗോട്ട്, ഇത് ഓപ്ഷൻ 2 ദ സ്പൈഡർ, ഇത് ഓപ്ഷൻ 3 ദ ഹെഡ്ജ് ഹോഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് മൂന്നിലും നിങ്ങൾക്ക് ഏത് പൈലിലോട്ടാണ് നിങ്ങളുടെ അറ്റൻഷൻ പോകുന്നത്, അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ന്യൂ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പൈൽ നമ്പർ 1. താങ്ക് യു. പൈൽ നമ്പർ 1. ഇവിടെ വന്നിട്ട് ഗോട്ടാണ്. ബി ഷുവർ ഫുട്ടഡ് ഓൺ ദ ഇൻക്ലൈൻസ് ഓഫ് ലൈഫ് വെദർ ദേ ആർ ഗോയിങ് അപ്പ് ഓർ ഡൗൺ. നെക്സ്റ്റ് വന്നിട്ട് ഗൊറില്ലയാണ്. ജെന്റിൽനെസ് ഇൻ സ്ട്രെങ്ത്. തേർഡ് വന്നിട്ട് ഡ്രാഗൺ ഫ്ലൈ ആണ്. ഡോണ്ട് ബി ബോക്സ്ഡ് ഇൻ, റീച്ച് ഫോർ ദ സ്റ്റാർസ്. ബാക്കിൽ വന്നിട്ട് ഹീൽ യുവർ ഹേർട്ട് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ന്യൂ മൂൺ സൈക്കിളിൻ്റെ ടൈമിൽ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിൽ സ്നേഹം, അനുകമ്പ, കമ്പാഷൻ, ഓക്കെ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ കൊടുക്കാൻ പറയുന്ന ഒരു പ്ലേസ് വന്നിട്ട് നിങ്ങളുടെ കോൺഫിഡൻസിലാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് അതായത് നിങ്ങൾ ഷുവർ ആകുക, നിങ്ങൾ എങ്ങോട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഡിസിഷൻസിൽ നിങ്ങൾ ഉറച്ചു നിന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് പറയുന്നുണ്ട് നമ്മളുടെ പാത ചിലപ്പോൾ സ്മൂത്ത് ആയിരിക്കും, ചിലപ്പോൾ റഫ് ആയിരിക്കും.
പക്ഷേ എന്ത് വന്നാലും നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഒരു യാത്രയിൽ, ഈ ഒരു പാതയിൽ. നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഗൈഡൻസിൻ്റെ രൂപത്തിൽ, ഹെൽപ്പിൻ്റെ രൂപത്തിൽ, സപ്പോർട്ടിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ സ്പിരിച്വൽ ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, ഒൺലി തിങ് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് തുറന്ന് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഈ ഗോട്ട്, ഇത് വന്നിട്ട് മൗണ്ടൻ ഗോട്ടാണ്, മലകളിൽ കാണാൻ പറ്റുന്ന ഗോട്ടാണ്. ഓക്കെ, അപ്പോൾ മലകൾ നമുക്കറിയാം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്ലേസാണ്, അതിൻ്റെ മുകളിൽ കയറുക. ഓക്കെ, ഒത്തിരി അപകടം നിറഞ്ഞ സന്ദർഭങ്ങളാണ്. പക്ഷേ ഈ ഒരു ഗോട്ട് ഡിറ്റർമിൻഡ് ആണ്, തൻ്റെ ഓരോ ചുവടുവെപ്പും സൂക്ഷിച്ചെടുത്തു വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. പക്ഷെ എന്ത് വന്നാലും വിട്ടുകൊടുക്കത്തില്ല. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യത്തില്ല, തൻ്റെ യാത്ര മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ, ആ ഒരു എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടൈമിൽ നിങ്ങളോട് പറയുന്നത്. കുറച്ച് പേരോട് നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡിസിഷൻസിൽ, നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിന്നിട്ട് എഫേർട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഗോട്ട് വന്നിട്ട് ഹാർഡ് വർക്കിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ പാതകൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ തളർന്നു പോകാതിരിക്കുക, കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു പാതയിൽ വന്നിട്ട് ഇവിടെ ഗൊറില്ലയാണ് വന്നേക്കുന്നത്. ജെൻറ്റിൽനെസ് ഇൻ സ്ട്രെങ്ത്. ഓക്കെ, ആ ഒരു പാതയിൽ വന്നിട്ട് എഗെയിൻ ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി റഫായിട്ടുള്ള, ഒത്തിരി ബുദ്ധിമുട്ട് നിറഞ്ഞ പാതയായിരിക്കാം. ആ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സ്നേഹം, ആ ഒരു ഡിവൈൻ ഗ്രേസ് നിങ്ങൾ കളയാതിരിക്കുക. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് ഇത് മദർ ആൻഡ് ചൈൽഡിൻ്റെ ബോണ്ടിങ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് അത് ഹേർട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു സ്നേഹത്തിൻ്റെ എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ ശാസിച്ച് ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ ഒരു കാര്യം പറയുന്നതിനേക്കാൾ കൂടുതൽ അവരെ കുറച്ചും കൂടെ നർച്ചർ ചെയ്ത് അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ജെൻറ്റിൽനെസ്സിൽ, നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ എനർജിയിൽ നിങ്ങൾ സ്ട്രെങ്ത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് എനിക്ക്. ഓക്കെ, അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കംഫർട്ട് സോൺ, ഡോണ്ട് ബി ബോക്സ്ഡ് ഇൻ, റീച്ച് ഫോർ ദ സ്റ്റാർസ്. നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി, മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല, പല തടസ്സങ്ങളും മുന്നിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ, നിങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ബ്രേക്ക് ചെയ്തിട്ട് പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് തിരിയാനായിട്ട് പേടി, പുതിയതായിട്ട് ചിന്തിക്കാനായിട്ട് പേടി. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ചേഞ്ച് ചെയ്യാനായിട്ട്, ആ ഒരു ചേഞ്ചിനെ എംബ്രേസ് ചെയ്യാനായിട്ട് പേടി. ആ ഒരു എനർജിയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ്. നമുക്ക് നോക്കാം. താങ്ക് യു. ഫയൽ നമ്പർ 1. Four of Voices, 4 of Swords, 6 of Emotions, 7 of Inspiration, 7 of Materials, 3 of Voices, 3 of Swords, 10 of Swords, 3 of Pentacles. ബാക്കിൽ വന്നിട്ട് ഹൈ പ്രീസ്റ്റ് ആണ് കാണുന്നത്. ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ ഇല്യൂഷനിൽ നിന്നിട്ട്, മായയിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് കുറച്ച് പേർക്കൊരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ ഭാഗ്യം, അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യുന്നുണ്ടാകാം. അതിൽ കുറച്ചും കൂടെ ഒരു ഒരു പീസ്ഫുള്ളായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു 4 of Swordsൻ്റെ എനർജിയിലും വന്നിട്ട് കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ എനർജിയാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്.
ഓക്കെ. ഓവർ വറി, ഓവർ തിങ്കിങ്, ഒത്തിരി ആകുലപ്പെടുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് നാച്ചുറലാണ്, നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടാകും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട്, തിരിച്ച് നിങ്ങളുടെ ആ ഒരു എനർജിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ആ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉയർച്ചകൾ താഴ്ചകൾ, ഇത് കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കും, അവിടെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ്, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് സ്പേസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ. കുറച്ച് പേർക്ക് വന്നിട്ട് ഇവിടെ കണ്ണുകൾ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഐസൈറ്റ്. അഗെയിൻ ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന രീതി, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, അത് കുറച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒത്തിരി പാഠങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു, ഒത്തിരി കഠിനമായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ ലെസൺസ്, അതിൻ്റെ വിസ്ഡം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു പാസ്റ്റ് എനർജി, 6 ഓഫ് ഇമോഷൻസ് വന്നിട്ട് പാസ്റ്റിലെ എനർജീസാണ്, അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ജെൻറ്റിൽനെസ്സിൻ്റെ എനർജി, ആ ഒരു സ്നേഹം, ആ ഒരു കമ്പാഷനിലോട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ പറയുക, അവിടെ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നിട്ട് എഗെയിൻ ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ. ഇവിടെ സ്റ്റാറിൻ്റെ എനർജിയും വന്നിട്ട് ഹീലിംഗ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാനായിട്ടാണ് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹീൽ ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വൂണ്ടായിരിക്കാം, പാരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, എന്തുമാകാം. ഓക്കെ. അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട്, അവിടെ നിങ്ങൾ കുറച്ചും കൂടെ ആത്മവിശ്വാസം കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് പേഷ്യൻസിൻ്റെ കുറവുണ്ടാകാം, അതും ഇവിടെ ഒരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി, കുറച്ചും കൂടെ സമാധാനപരമായിട്ട് നിങ്ങൾ എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജി, ഓക്കെ, പാസ്റ്റിലെ എനർജീസ്, പാസ്റ്റിലെ വിഷമങ്ങൾ, കണ്ണുനീരുകൾ, ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ, അത് നിങ്ങളെ അലട്ടുന്നതാണ്. അപ്പോൾ ഈ എനർജീസ് എല്ലാം വരുന്ന സമയത്ത് പേഷ്യൻസോടുകൂടി സമാധാനപരമായിട്ട് നിങ്ങൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓരോ ചെറിയ ചെറിയ മൂമെൻറ്റ്സ്, ടൈനി സ്മോൾ തിങ്സ്. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ടാകാം, പക്ഷേ ആ നിമിഷങ്ങളെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ന്യൂ മൂൺ പീരീഡിൽ പറയുന്നത്. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ട് നിങ്ങളോട് മൂൺ എനർജി പറയുകയാണ്. കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇത് യൂണിറ്റിയുടെ എനർജിയാണ്. യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറയത്തില്ലേ, ഒത്തുചേർന്ന് എല്ലാവരും കൂടെ പ്രവർത്തിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു യൂണിറ്റി അതെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ന്യൂ മൂൺ പീരീഡിൽ എന്തെല്ലാം ന്യൂ എനർജീസ് അവൈലബിൾ ആണെന്ന് നോക്കാം. ഓക്കെ. എന്തെല്ലാം പൊട്ടൻഷ്യൽ അവൈലബിൾ ആണ് നോക്കാം ഈ ഒരു സമയത്ത്. ബ്ലെസ്സിങ്സ്. താങ്ക് യു. മേക്ക് എ ഡിസിഷൻ. ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട്, ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു ന്യൂ എനർജി എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. കുറച്ച് പേർക്ക് ഇത് ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എവിടെയാണ് ഹീൽ ചെയ്യേണ്ടത്, എവിടെയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്, ഓക്കെ, എവിടെയാണ് ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. എൻ്റെ ആറ്റിറ്റ്യൂഡിലായിരിക്കാം, ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കാം, കാണുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ചുറ്റും സ്ട്രോങ് ബൗണ്ടറീസ് ഉണ്ടോ,
ഓക്കെ, അതെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരോട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒത്തിരി മാറ്റങ്ങൾ, ഓക്കെ, ഒത്തിരി ന്യൂ എനർജീസ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ലിവ് ഇൻ ദ നൗ. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക്, അവസരങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ആസ്വദിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ഫിനാൻസിൽ ഒത്തിരി മാജിക്കൽ ചേഞ്ചസ്, ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് ഈ ഒരു സമയത്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. സപ്പോർട്ട് ഈസ് ഓൾ അറൗണ്ട് യു. ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കാതിരിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ ഒത്തിരി സപ്പോർട്ട് അവൈലബിൾ ആണ്. ഇത് ഹ്യൂമൻ ഫോമിലായിരിക്കാം, ഓക്കെ, ഫാമിലി ഫ്രണ്ട്സിൻ്റെ രൂപത്തിലായിരിക്കാം കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ സപ്പോർട്ടായിരിക്കാം. അതുകൊണ്ടിട്ട് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്ത് ഇരിക്കുമ്പോൾ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. നമ്മൾ ഹാർട്ട് സ്പേസ് ക്ലോസ്ഡ് ആയിട്ട് വെക്കുന്ന സമയത്ത് നമ്മളെല്ലാത്തിനോടും നോ പറയുന്നതാണ്, ഡിനയലിലിരിക്കുന്നതാണ്, ഒന്നിനോടും താല്പര്യമില്ല, ലൈഫ് ഡിഫിക്കൽട്ടാണ്, ഓക്കെ, വിക്ടിം മെൻറ്റാലിറ്റിയിൽ നമ്മളിരിക്കുന്നതാണ്. അത് മാറ്റി വെച്ചിട്ട് മനസ്സ് തുറന്ന ജീവിതം നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് നിങ്ങൾക്ക് ചുറ്റും ഓൾറെഡി സപ്പോർട്ട് ഉണ്ട്, ഓൾറെഡി ഹെൽപ്പ് അവൈലബിൾ ആണ്. ഓൺലി തിങ് നിങ്ങളത് ചോദിക്കുക, ഈശ്വരനോട് ചോദിക്കുക ഹെൽപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഹീൽ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഓക്കെ, ആ ഒരു എനർജിയും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ മെയിനായിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള സൈക്കിൾ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ന്യൂ മൂൺ എനർജീസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പൈൽ നമ്പർ 2. ഇവിടെ വന്നിട്ട് സ്പൈഡർ, കട്ട് ദ വെബ്സ് ഓഫ് ഫിയർ, ഇറ്റ് ഓൺലി സെർവ്സ് ടു എൻടാങ്കിൾ യു. ഓക്കെ, എട്ടുകാലിയാണ് വന്നേക്കുന്നത്. നമുക്ക് എട്ടുകാലിയുടെ ആ ഒരു വെബ് അറിയാം. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ ഫോക്കസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫിയർ, ആങ്സൈറ്റി, ഓക്കെ, അത് ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരാനായിട്ടാണ്. ഓക്കെ, കാരണം നിങ്ങൾ എത്രത്തോളം പേടിക്കുന്നു അത്രയും നിങ്ങളെ ആ ഒരു സൈക്കിളിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ്. കണ്ടോ, ദ സ്നേക്ക് ഷെഡ് യുവർ സ്കിൻ, ബി റിന്യൂഡ് ആൻഡ് ട്രാൻസ്ഫോംഡ്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഇവിടെ സ്നേക്ക് സ്പിരിറ്റ് പറയാണ് ഷെഡ് യുവർ സ്കിൻ. പാസ്റ്റ് എനർജീസ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ഗ്രീൻ എനർജി വന്നിട്ട് ഹാർട്ട് സ്പേസിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഐസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, കണ്ണുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണുന്ന രീതിയായിരിക്കാം, നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയായിരിക്കാം. അതിൽ കുറച്ച് പേരോട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പാസ്റ്റിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, സൊസൈറ്റിയിൽ നിന്നിട്ട്, നിങ്ങളുടെ ഫാമിലിയിൽ നിന്നിട്ട്, പാരൻസിൽ നിന്നിട്ട്, നിങ്ങൾ ഒത്തിരി ലെസൺസ് പഠിച്ചിട്ടുണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അവിടെ കുറച്ചും കൂടെ ഒരു റിഫൈൻമെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുക.
ഓക്കെ, അതായത് സത്യം എന്താണ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് സെർവ് ചെയ്യുന്നത്, പഠിച്ച കാര്യങ്ങളിൽ നിന്നിട്ട് അത് നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദ സീബ്ര ബിക്കം വൺ വിത്ത് ദ ഹേർഡ്. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിട്ട്, നിങ്ങളുടെ സോൾ ഫാമിലി ആയിട്ട്, സോൾ ഗ്രൂപ്പായിട്ട് ഓക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടെ യുണീക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതായത് എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യാതെ നിങ്ങളുടേതായ യുണീക്ക് പാത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്, ആ പാഷൻ ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ പേടി, ആ നെഗറ്റീവായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ്, നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങളായിരിക്കാം, അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു കണ്ടീഷനിങ് അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് കുറച്ചും കൂടെ യുണീക്ക് പാത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കാനായിട്ടാണ് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ പറയുന്നത്. ബാക്കിൽ വന്നിട്ട് ടേർട്ടിലാണ് കം ഔട്ട് ഓഫ് യുവർ ഷെൽ. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെല്ലിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് അത് തിരിച്ചറിയാനായിട്ട്, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ കുറച്ച് പേരോട് ഹൈ ഫ്രീക്വൻസി എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ലോ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ലോ എനർജീസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, ലോ എനർജീസ് എന്തൊക്കെയാണ്? ആങ്കർ, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, സാഡ്നെസ്, ഇതെല്ലാം നിങ്ങളെ താഴോട്ട് വലിക്കുന്നതാണ്. അതിന് പകരം ഹൈ വൈബ്രേഷണൽ എനർജി, ഓക്കെ, മദറിൻ്റെ എനർജി, നർച്ചറിങ് എനർജി, കൈൻഡ്നെസ്, സ്നേഹം, എംപത്തി, പാഷൻ, ഹീലിംഗ്, ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ വന്നിട്ട് ഫിയർ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാനായിട്ടാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. നമുക്കൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. ഫയൽ നമ്പർ 2. Ace of Pentacles. രണ്ട് ഏസസ് ആണ് വന്നിരിക്കുന്നത്. 10 of Emotions. ഇത് കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലാണ് ഈ ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അഗെയിൻ ഇവിടെ ഏസ് ഓഫ് സോഡ്സ് വന്നിട്ട് ഒരു ന്യൂ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ലോകത്തെ കാണാനായിട്ട്, നിങ്ങളെ വീക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി വിസ്ഡം, ഒത്തിരി അറിവ് നിറയുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചൂസ് ചെയ്ത് കഴിയുമ്പോൾ. കാരണം ഇപ്പോൾ പേടിയാണ് ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ 10 ഓഫ് ഇമോഷൻസ് വന്നിട്ട് 10 ഓഫ് കപ്സിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പാഷൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. കുറച്ച് പേർക്ക് കോൺഫിഡൻസിൻ്റെ കുറവായിരിക്കാം. ഓക്കെ, അതിൽ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പേജ് ഓഫ് മെറ്റീരിയൽസ്. Queen of Materials, 5 of Emotions, Eight of Voices. ബാക്കിൽ വന്നിട്ട് സ്ട്രെങ്ത് ആണ് വന്നേക്കുന്നത്. ഓക്കെ, കോൺഫിഡൻസ്. കുറച്ച് പേർക്ക് ലീഡർഷിപ്പ് റോളിലോട്ട് ഉയരാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, പവർ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, പക്ഷേ കുറച്ച് പേർക്ക് നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗൈഡൻസ് മനസ്സിലാകുന്നുണ്ടാകില്ല. മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് കുറച്ച് പേരെ സ്റ്റക്കായിട്ട് നിർത്തുന്നുണ്ടാകാം. ഇവിടെ എന്താ പറയുക, മെറ്റീരിയൽ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം കുറച്ച് പേർക്ക് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് ഇമോഷണൽ എനർജി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ എനർജീസ് ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ പറയുന്നത്.
ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് നിങ്ങളോട് പുതിയ രീതിയിൽ ചിന്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. എഗെയിൻ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്നിട്ട് നിങ്ങൾ ഒരു പുതിയ പെർസ്പെക്റ്റീവിൽ പുതിയ രീതിയിൽ നിങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ കരിയർ ആയിട്ടാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇന്നോവേറ്റീവായിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പേടിക്കാതിരിക്കുക പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒത്തിരി ഇമോഷണൽ എനർജി ഇവിടെ 5 ഓഫ് ഇമോഷൻസ് വന്നിട്ട് പെയിനാണ്, വിഷമങ്ങളാണ്. അത് ഒത്തിരി പേരെ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ വന്നിട്ട് അത് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഐസ് വന്നിട്ട് ഈ ഒരു പെൺകുട്ടി അത് മെൽറ്റ് ചെയ്ത് കളയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ ഇത് ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള എനർജി ആയിരിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് ലാക്ക് മെൻറ്റാലിറ്റി, ഓക്കെ, അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. ഇമോഷണലി നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ചുകൂടെ ബോൾഡ് എനർജിയിലോട്ട് വരാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ യുണീക്കായിട്ടുള്ള പാത്ത് കണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പാത്തിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേരോട് പറയുന്നുണ്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും യുണീക്കായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാകും, കഴിവുണ്ടാകും. അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഫസ്റ്റ് ഒരു സമാധാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, പീസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻസ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്, ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയത്തോട്ട് ഈ ഒരു പൊട്ടൻഷ്യൽ, ഈ ഒരു എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തെല്ലാം പൊട്ടൻഷ്യലാണെന്ന് നോക്കാം. ന്യൂ എനർജീസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതെന്ന് നോക്കാം. പൈൽ നമ്പർ 2, ignite your passion. Wow. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ആ ഒരു പാഷൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്നേഹം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു ന്യൂ അവസരം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വർത്ത് ഇഷ്യൂസ് അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു എനർജി, ഈ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ ഒരു ബോണ്ടിങ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ പാഷൻസായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്ടിവേഷൻ്റെ എനർജിയാണ്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കോൺഫിഡൻസ്, സ്ട്രെങ്ത്, അതെല്ലാം വീണ്ടെടുക്കാനായിട്ടുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ബ്ലെസ്സിങ്. താങ്ക് യു. ഇറ്റ്സ് ടൈം ടു ട്രാൻസ്ഫോം. ഇവിടെ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ഒത്തിരി ചേഞ്ചസ് അത് കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. മെയിനായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് കരിയർ, ഫിനാൻസ്, ഓക്കെ, അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഹാർട്ട് സ്പേസിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഹീൽ ചെയ്യുക, കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു എനർജി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ മണി, ഫിനാൻസിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. Pyrite, let the money flow in.
ഇവിടെ അഗെയിൻ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് മെയിൻ ഒരു ഗൈഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുക. മടി പിടിച്ചിരിക്കാതിരിക്കുക. കുറച്ചും കൂടെ ആക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് പേർക്ക് സെൽഫ് ബർത്തിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, അത് ഹീൽ ചെയ്യാനായിട്ടും ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം നിങ്ങൾ കുറേ കൂടെ പ്രൊഡക്റ്റീവ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ എന്താ പറയുക, ഫ്രൂട്ട്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കുന്നതാണ്. മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്കൊരു ആത്മധൈര്യം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജിയും ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹൈ വൈബ്രേഷൻ എനർജി, അതുപോലെ തന്നെ എവിടെയെല്ലാം എനിക്ക് ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം, എൻ്റെ വാക്കുകളിൽ, എൻ്റെ ചിന്തകളിൽ, ഓക്കെ, എന്ത് വേണമെങ്കിലും ആകും. അല്ലെങ്കിൽ കുറേ കൂടെ നിങ്ങൾ നോളേജ് ഗെയിൻ ചെയ്യാനായിട്ട്, പഠിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സമയം വിനിയോഗിക്കുന്നതും നിങ്ങളെ ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടും കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ന്യൂ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണ്. പൈൽ നമ്പർ 3. താങ്ക് യു. താങ്ക് യു. The hedgehog, prickles push people away, show your softer side. The turtle, come out of your shell. The wolf, connect with your pack and howl at the moon. ബാക്കിൽ വന്നിട്ട് ദ ബെയർ ആണ്, എമേർജ് ഫ്രം യുവർ കേവ്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒത്തിരി ഇമോഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ആ ഒരു എനർജി ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ വന്നിട്ട് നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു എനർജിയിലാണ്. അതായത് കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ്വെയർ സൈഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ വന്നിട്ട് ഹെഡ്ജ് ഹോക്ക് പറയാണ്, പ്രിക്കിൾസ് പുഷ് പീപ്പിൾ അവേ, ഷോ യുവർ സോഫ്റ്റ്വെയർ സൈഡ്. ഓക്കെ, പ്രിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മുള്ളംപന്നിയാണ്. ഓക്കെ, ഇതിൻ്റെ ബോഡിക്ക് ചുറ്റും മുള്ളുകളാണ്. അത് നമുക്ക് തൊടാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ കൈ അത് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയും. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് മാറിയിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെഡ്ജ് ഹോക്കിനെ. അപ്പോൾ കുറച്ച് പേർക്ക് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ ഓവറായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് ചുറ്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മതിൽ നിങ്ങൾ പണിത് വെച്ചിട്ടുണ്ടാകാം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ബൗണ്ടറി ആവശ്യമാണ്, പക്ഷേ ഹെൽത്തി ബൗണ്ടറി, ആരോഗ്യപരമായിട്ടുള്ള ബൗണ്ടറിയാണ് നമ്മളുടെ ലൈഫിൽ വേണ്ടത്. അതിന് പകരമായിട്ട് നിങ്ങളുടെ വാൾസ് ഒത്തിരി ഉയർത്തി വെച്ചിട്ടുണ്ട്, ആർക്കും കടക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് കുറേശ്ശെ ആയിട്ട് അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ, ഒരു നിങ്ങൾ മനസ്സുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് റെഡി ആകാനായിട്ടാണ് ഈ ഒരു ന്യൂ മൂൺ എനർജി പറയുന്നത്. ടേർട്ടിലും ആ ഒരു എനർജി തന്നെയാണ് പറയുന്നത്, കം ഔട്ട് ഓഫ് യുവർ ഷെൽ. നിങ്ങളുടെ ഷെല്ലിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒത്തിരി നാളായിട്ട് നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു പ്ലേസ്, എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ, അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് വാൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊന്ന് നിങ്ങൾ ചിന്തിക്കുക, എവിടെയൊക്കെ കുറച്ചും കൂടെ ഞാൻ ബാലൻസ് കൊണ്ടുവരണം, എന്തെല്ലാം ന്യൂ തോട്ട് പ്രോസസ്സ് ഞാൻ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതുണ്ട്.
നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് നമുക്ക് മാത്രമാണ് സാധിക്കത്തുള്ളൂ. ആർക്കും നമ്മളെ പുഷ് ചെയ്ത് അതിനോട്ട് നമുക്ക് നയിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നത്? കുറച്ച് പേർക്ക് ഇത് ചിലപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ആയിരിക്കാം. ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒത്തിരി ക്രൗഡ്, ഒത്തിരി ആൾക്കാരായിട്ടുള്ള ഇടപെടലുകൾ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാകില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ബാത്ത്, നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നും നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെന്ന് ശ്രദ്ധിക്കുക. അതനുസരിച്ചിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വൂൾഫിൻ്റെ എനർജി വന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആണെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസിലൊരു ഡിസിപ്ലിൻ, കുറച്ചും കൂടെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ല, ഇത് ആദ്യം പറഞ്ഞ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെല്ലിൽ നിന്ന് പുറത്ത് കടന്നിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിട്ട്, നിങ്ങളുടെ സോൾ ഗ്രൂപ്പായിട്ട്, നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ എനർജിയായിട്ട് വൈബ് ചെയ്യുന്ന ആൾക്കാരായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടുള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക. കുറച്ച് പേരോട് നിങ്ങളോട് ഡീപ്പായിട്ട് ചിന്തിക്കാനായിട്ടും പറയുന്നുണ്ട്. അതായത്, എന്തുകൊണ്ടിട്ടാണ് ഞാൻ മറ്റുള്ളവരെ പുഷ് ചെയ്യുന്നത്? ഓക്കെ, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ബെയർ വന്നിട്ട് കുറച്ച് പേർക്ക് ഇതൊരു മദർ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി പ്രൊട്ടക്റ്റീവായിട്ടുള്ള എനർജി. നിങ്ങൾ ഒത്തിരി പ്രൊട്ടക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക. മറ്റുള്ളവർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഉപദ്രവിക്കും. അങ്ങനത്തെയൊക്കെ എനർജീസിലിരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ കുറച്ച് പേരോട് അങ്ങനത്തെ എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് നിങ്ങളുടെ എനർജീസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവർ, നിങ്ങൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എനർജി. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി വിഷമങ്ങൾ, ഒത്തിരി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ചും കൂടെ നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാസ്കുലിൻ എനർജിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടാകാം. നിങ്ങൾ എപ്പോഴും ഒരു സ്ട്രോങ് മാസ്കുലിൻ എനർജിയിലായിരിക്കാം ഇരിക്കുന്നുണ്ടാകുക. നിങ്ങളുടെ ഫെമിനിൻ എനർജിയും കൂടെ കുറച്ചും കൂടെ നർച്ചർ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് എനർജിയാണ്, സ്വീകരിക്കാനായിട്ട് കഴിവുള്ള എനർജിയാണ്. നിങ്ങളുടെ എനർജി ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ട അബണ്ടൻസ്, പല കാര്യങ്ങളും ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നതാണ്. അപ്പോൾ ഹാർട്ട് സ്പേസ് കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ പെർമിഷൻ കൊടുക്കുക, അനുവാദം കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ ആ ഒരു ഫ്ലോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒത്തിരി നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ സൈക്കിക് ഗിഫ്റ്റ്സ് ആയിട്ട്, ടാലൻസ് ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. താങ്ക് യു. Eight of Emotions, Queen of Voices, Two of Cups, Queen of Emotions, Awakening, Death, and Magician. നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് 3 മേജർ ആർക്കാനാസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ,
ബാക്കിൽ വന്നിട്ട് നൈറ്റ് ഓഫ് മെറ്റീരിയൽസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി എനർജി ഉണ്ടാകാം. അത് കറക്റ്റായിട്ട് കുറച്ച് പേർക്ക് പുറത്തെടുക്കാനായിട്ടുള്ള ഡിഫിക്കൽട്ടിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എഗെയിൻ കണ്ടോ, ഇവിടെ ഫെമിനിൻ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ടു ഓഫ് ഇമോഷൻസ് വന്നിട്ട് എഗെയിൻ ബാലൻസിൻ്റെ എനർജിയാണ്. ഇത് കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. നിങ്ങൾ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണോ ഉള്ളതെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും യുണൈറ്റഡ് ആയിട്ട് രണ്ടുപേരും ചേർന്ന് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ യൂണിറ്റി, നിങ്ങൾക്ക് എങ്ങനെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് പേർക്ക് ഇത് ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ബോണ്ടിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്യൂൻ ഓഫ് വോയിസസ് വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒത്തിരി ലോജിക്കലി തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ കൂടുതൽ സമയം നിങ്ങളുടെ ഹെഡിലായിരിക്കാം ഇരിക്കുന്നുണ്ടാകുക. ഓക്കെ, കുറച്ച് പേർക്ക് ഓവർ തിങ്കിങ് എനർജി ആയിരിക്കും. അതെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്, പവർഫുൾ ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ്. നമ്മളുടെ ഇൻ്റലിജൻസ്, നമ്മളുടെ ലോജിക്കൽ തിങ്കിങ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഫുൾ ടൈം ആ ഒരു സ്പേസിലിരുന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഇമോഷൻസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഇമോഷൻസായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ ഫീലിങ്സ് എഗെയിൻ ആ ഫെമിനിൻ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അവിടെ എന്താണ് ഫീലിങ്സ്, എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ കുറേ കൂടെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, അതായത് നിങ്ങളെ വൾണറബിൾ ആയിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങളിൽ കൊണ്ട് നിർത്തുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ പലർക്കും പേടി ഉണ്ടാക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, വൾണറബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആരും അറിയരുതെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. ഓക്കെ, അത് ചിലപ്പോൾ മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ എനർജീസിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു എനർജി ലോ വൈബ്രേഷനിലോട്ട് പോകുന്നുണ്ടാകാം. ആ ഇമോഷൻസ്, ആ ഫീലിങ്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. എഗെയിൻ ഇവിടെ ഹാർട്ട് സ്പേസ് ആണ് കാണുന്നത്. കുറച്ച് പേരുടെ ഹാർട്ട് സ്പേസ് ഇവിടെ ബ്ലോക്ക്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡെത്ത് വന്നിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ചിൻ്റെ എനർജിയോട് നിങ്ങൾ എസ് പറയാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമുക്ക് ആ ഒരു ഹെഡ് സ്പേസിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഓവർ തിങ്കിങ്ങിൻ്റെ എനർജിയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരോട് ഇവിടെ മൂൺ എനർജി വന്നിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ഓവറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും കുറച്ച് പേരോട് ഇവിടെ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ടൈമിൽ പറയുന്നുണ്ട്. കുറച്ച് പേരോട് നിങ്ങൾ ഹീലിങ്ങിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഹീലിംഗ് ഫേസിലോട്ട് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ പാസ്റ്റിലെ മെമ്മറീസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ അത് ഒറ്റയടിക്ക് നമുക്ക് സാധിക്കത്തില്ല. കുറേശ്ശെ ആയിട്ട് നിങ്ങൾ ആ ഒരു എനർജി റിലീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഈ ഒരു ന്യൂ മൂൺ ഫേസിൽ എന്തെല്ലാം ന്യൂ എനർജീസാണ്, പുതിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അതാണ് നോക്കാൻ പോകുന്നത്. പൈൽ നമ്പർ 3. ഇവിടെ വന്നിട്ട് ഗെറ്റ് അപ്പ്, ഗെറ്റ് മൂവിങ്. ഇത് വന്നിട്ട് നിങ്ങളുടെ എനർജി ലെവലിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ന്യൂ മൂൺ സൈക്കിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മടിച്ചിരുന്നിട്ടുണ്ട്, പിന്നത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആ ഷെല്ലിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂ മൂൺ എനർജി വന്നിട്ട്
അതെല്ലാം പിന്തള്ളിയിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരാനായിട്ട് ഒരു എനർജി, ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ബാക്കിൽ അറോഗനൈറ്റ് ആണ് വന്നിരിക്കുന്നത്. റിലീസ് യുവർ ഇമോഷണൽ ബാഗേജ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ ആ ഒരു ഇമോഷണൽ ബാഗേജ്, പാസ്റ്റിലെ ആ ഒരു വിഷമങ്ങൾ, അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിലെ ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പുതിയ എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ഫ്രഷ്, ക്രൈസോക്കോളയാണ് വന്നേക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. മെയിനായിട്ട് വന്നിട്ട് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയറിൽ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ടുള്ള അവസരം, ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് മെയിനായിട്ട് പറയുന്നത് ചേഞ്ചസിനെ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാറ്റങ്ങൾ വരുന്ന സമയത്ത് കാലത്തിനൊത്ത് മാറാനായിട്ട് ശ്രമിക്കുക, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പുതിയ പുതിയ ഇന്നൊവേറ്റീവ് ഐഡിയാസ്, പുതിയ രീതിയിൽ ചിന്തിക്കുക, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്ത് കടക്കുക, കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാർണേലിയൻ, ഫീഡ് യുവർ ക്രിയേറ്റിവിറ്റി. ഇവിടെ വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ സേക്രൽ ചക്ര ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ക്രിയേറ്റീവായിട്ടുള്ള ടാലൻസ് അത് ചാനൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ ആ ഒരു കഴിവുകൾ നിങ്ങൾക്ക് പാസ്റ്റിൽ ചാനൽ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് ഇത് സൈക്കിക് എബിലിറ്റീസ് ആയിരിക്കാം, നിങ്ങളുടെ ഗിഫ്റ്റ്സ്, നിങ്ങളുടെ ടാലൻസ്, അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് പാസ്റ്റ് എനർജീസ് ആണ്. സേക്രൽ ചക്ര വന്നിട്ട് നമ്മുടെ പാസ്റ്റിലെ ആ വൂൺസ് ആണ്, അതെല്ലാം നമ്മുടെ സേക്രൽ ചക്രയിലാണ് സ്റ്റോർ ആയിട്ടിരിക്കുന്നത്. അത് കുറച്ച് പേർക്ക് റിലീസ് ചെയ്തിട്ട് അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ ഒരു നിങ്ങളുടെ സോളിന് കുറച്ചും കൂടെ ഒരു സൂത്തായിട്ടുള്ള എനർജി, കുറച്ചും കൂടെ ഒരു കാം എനർജിയിലോട്ട് വരാനായിട്ട് ഈ ഒരു സമയത്ത് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യുക, കുറച്ചും കൂടെ കാമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.